ഈ പ്രശ്നം ഇവരാരാണ് ഓരോന്നിനും കമന്റ് അടി വരും ചിലപ്പം. ഇപ്പോൾ അബോർഷൻ ചെയ്തന്നെ എന്താണ് നിനക്കെന്താണ്? നീയല്ലല്ലോ, നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ട. ഈ പറയുന്നവളുടെ മകനോ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടെന്നേ. യുഎഇയിലെ റസൽ കൈമയുടെ ആ വലിയ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അതിപ്പോഴേക്ക് പത്രത്തിൽ വന്നോ? റാസൽ കൈമയിൽ ഞാൻ മാർച്ച്. രേണുസുധിയുടെ കുറച്ച് കോമാളിത്തരങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തികളും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇവരെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് അസുഖമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം ഇവരെന്താ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത്? ആ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. രേണുസുധി ഒരു വിധവയാണ്, 2 പിള്ളേർക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാണ് എന്നുള്ളൊരു ഡയലോഗുമായിട്ട് വരരുത്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കണം ഇവരെന്ത് പ്രവർത്തികളാണ് കാണിക്കുന്നതെന്ന്. കഴിഞ്ഞ ദിവസം ഈ ശിവരാത്രി ആയിരുന്നല്ലോ, ആ സമയത്ത് രേണുസുധിയും പിന്നെ പ്രതീഷും കൂടെ ഏതൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് ഇവരേതോ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെ വന്നിരുന്ന് അഭിനയിക്കുവാണ്. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിൽ ചെല്ലുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. ഇത് മനഃപൂർവ്വം ഇവർ ഓരോ കോൺട്രവേഴ്സി ഉണ്ടാക്കുവാണ്. കുറേ മീഡിയക്കാരെ ഇവർ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവരെവിടെ ചെന്നാലും വാലുകളുടെ കണക്ക് കുറേ എണ്ണം ഇവരുടെ കൂടെ കൂടിയിരിക്കുവാണ്. അത് ഇവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അവർ വന്നിരുന്ന് ചോദിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. എന്തായാലും പ്രതീക്ഷ കുറച്ച് നാളായിട്ട് കാണാതിരുന്നേ. ഇപ്പം പ്രതീക്ഷ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം. യുഎഇയിലെ റസൽ കൈമയുടെ ആ വലിയ വീട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? അതിപ്പോഴേക്ക് പത്രത്തിൽ വന്നോ? റാസൽ കൈമയിൽ ഞാൻ മാർച്ച് ഒരു ഹാഫ് ആകുമ്പോൾ പോകും. ഇവര് തന്നെ ചോദിച്ച ചോദ്യം, എന്നിട്ട് ഇവർ പറയുന്ന ഡയലോഗ് ഉണ്ടോ? അത് ഇപ്പോഴേ പത്രത്തിൽ വന്നോ? ഞാൻ അടുത്ത മാസമായിരിക്കും പോകുന്നതെന്ന്. അതായത് ഇത് എല്ലാവരും അറിയണം. ഇതിനു വേണ്ടി അവരെയും കൊണ്ട് ചോദിപ്പിക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പെയ്ഡ് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. രേണുവിനിപ്പം പൈസ ഇല്ല എന്ന് ഒരു മനുഷ്യരും പറയണ്ട. ഒരു ഇനാഗ്രേഷനൊക്കെ 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് മേടിക്കുന്നത്. അത് വേറൊരു സത്യം. പാപ്പിലുള്ള റോബി ചേട്ടൻ അപ്പം ചേട്ടനൊക്കെയാണ് ആദ്യം ഇപ്പം റാസൽ കൈമയിലോട്ട് പോകുന്നത്. അവരുടെ റോബി ചേട്ടനൊക്കെ പുതിയ ഒരു റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ ആൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അടിപൊളിയായിട്ട് അവിടെ പ്രൊമോഷൻ ചെയ്യുക. അവിടെയുള്ള മലയാളികളൊക്കെ നമ്മളെ ഇഷ്ടമുള്ളവരൊക്കെ വന്ന് കാണണം. നമുക്ക് ദുബായിലെ പോലെ അടിച്ച് പൊളിക്കണം. അപ്പോൾ റാസൽ കൈമയിൽ റോബി ചേട്ടനൊക്കെ പുതിയ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ പേരൊന്നും ആയിട്ടില്ല, അത് ഉടനെ ആകും. എത്ര ദിവസം അവിടെ ഉണ്ടാവും? അവരൊരു 20 ദിവസമാണ് പറഞ്ഞത്. എനിക്ക് 20 ദിവസം നിൽക്കാൻ പറ്റില്ല, കാരണം തിരക്കാണല്ലോ. അതുകൊണ്ട് ഒരു 10 ദിവസം 15 ദിവസം മാക്സിമം നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഇവിടെ നാട്ടിൽ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ്. സോ അതുകൊണ്ട് എനിക്ക് 20 ദിവസം നിൽക്കാൻ പറ്റത്തില്ല. വേണം ഒരു 10-15 ദിവസം നിൽക്കാം. 15 ദിവസം നിൽക്കാമെങ്കിൽ പിന്നെന്താ, 20 ദിവസം നിന്നാൽ ചുമ്മാ തള്ളുവാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തിനാണ് രേണു വന്നിരുന്ന് ഇങ്ങനെ പ്രഹസനം കാണിക്കുന്നത്? പിന്നെ രേണുവിൻ്റെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ വസീകര എന്ന് പറയുന്ന പാട്ട് ഈ ഏതോ ഒരു ഗാനമേളയ്ക്ക് എങ്ങാണ്ട് ചെന്നിരുന്ന് പാടുന്നത്. ഇവരിടയ്ക്കൊക്കെ പാടുമ്പോഴത്തേക്ക് നല്ലതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഇവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഇവർ ആദ്യം പാടിയ പാട്ട് ആൾക്കാർ കുറച്ച് പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും അതങ്ങ് പാടി എത്രത്തോളം വെറുപ്പിക്കാവോ അതിൻ്റെ എക്സ്ട്രീമിലോട്ട് ആയിരിക്കുവാണ്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു മനസ്സിലാക്കണം, രേണുവിൻ്റെ കഴിവ് കൊണ്ട് ആൾക്കാർ വിളിക്കുന്നതൊന്നുമല്ല, രേണുവിൻ്റെ റീച്ച്, അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇത് തെറ്റിദ്ധരിക്കരുത്. ഇത് പ്രതീക്ഷ മേടിച്ചു തന്നില്ല. പ്രതീക്ഷ ഒരു മുട്ടുസൂചി പോലും എനിക്ക് മേടിച്ചു തന്നില്ല. ഇതെന്റെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് എനിക്ക് ഇന്ന് കൊണ്ട് തന്നാണ്. സ്പെഷ്യൽ ഫ്രണ്ട് എനിക്ക് കൊണ്ട് തന്നെയാണ്. ആരാണ് ആ സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. അതായത് മേ ബി അങ്ങനെ ഒരു ഫ്രണ്ട് കാണത്തില്ലായിരിക്കാം. പക്ഷേ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് രേണു നൈസായിട്ട് ഇടുന്നത്, അതായത് എനിക്ക് എൻ്റെ കാമുകൻ കൊണ്ട് തന്നതാണ് എന്നൊക്കെയുള്ള രീതി. നമുക്കെല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താ? നൈസായിട്ട് ഇട്ട് തന്നെ. എനിക്ക് തോന്നുന്നത് വാലന്റൈൻസ് ഡേയുടെ അന്നെങ്ങാണ്ട് ഷൂട്ട് ചെയ്തതാണെന്ന്. കാര്യം ഡയറി മിൽക്കൊക്കെയാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. രേണു എന്താണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? രേണു പബ്ലിക്കിൽ അങ്ങ് തുറന്ന് പറ, എനിക്കൊരു കാമുകനുണ്ട്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നങ്ങ് പബ്ലിക്കിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുധിച്ചേട്ടൻ്റെ പേര് മിണ്ടാൻ പറ്റത്തില്ല, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? പുതിയ വർക്ക് ഞങ്ങളെ രണ്ടിനെ വെച്ചിട്ടാണ്. അത് ഇപ്പം ചെയ്യുന്നില്ല. അടിപൊളി വർക്കായിരിക്കും. പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുക.
ചോക്ലേറ്റ് ആരാ തന്നെ? അത് പറയത്തില്ല, കണ്ടോ പേര് കണ്ടോ ഇത് മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതാണ് ഞാൻ രേണുവിൻ്റെ അന്തം ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോണം, ഇവർ നിങ്ങളെ പറ്റിക്കുവാണ്. ഓരോ ആൾക്കാരെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കുറേ പരിപാടികൾ. ശരിക്കും നല്ലതാണ്, നിങ്ങൾക്ക് എന്താ പറയണ്ട, സോഷ്യൽ മീഡിയയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ടൊക്കെ പോകത്തുള്ളായിരിക്കും. പക്ഷേ എന്തിനാണ് നിങ്ങളിങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്? നെഗറ്റീവ് പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരവരുടെ ഡെയിലി ലൈഫും കാര്യങ്ങളൊക്കെ വ്ളോഗ് ചെയ്ത് ഇപ്പോഴും അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും ഇങ്ങനൊന്നും ഒരു പ്രവൃത്തിയും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവർക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? ശരിക്കും പറഞ്ഞാൽ ഇവരെ ആദ്യ സമയങ്ങളിൽ ഇവരെ സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും വലിയ മണ്ടന്മാർ. കാമുകനോ ഫ്രണ്ടോ. ഇനി വേറൊരെണ്ണം ഉണ്ട്, അബോഷനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാണ് അതിലും വലിയ കോമഡി. ഇവർക്ക് എന്തെങ്ങനെ അതെ ഇപ്പൊ ആഘോഷം ചെയ്യുന്നത് ഇവർക്ക് എന്താ സ്വർണ്ണം? ഇവർക്ക് എന്താണ് സ്വർണ്ണം? നിങ്ങൾ അബോഷൻ ചെയ്തതിന് ഇവിടെ ഒരു മനുഷ്യർക്കും ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ആ അബോഷൻ്റെ വിഷയം കൊണ്ടുവന്നത് ആരാ? നിങ്ങളുടെ കൂട്ടുകാരിയാണ്, അല്ലാതെ യൂട്യൂബേഴ്സ് അല്ല. നിങ്ങളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഹനാനാണ് നിങ്ങളെ പറ്റിയിട്ട് വന്ന് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അവരുടെ പേര് കേസ് കൊടുത്തോ? കൊടുത്തില്ലല്ലോ. നിങ്ങൾക്ക് ഒരു മറുപടി ഇല്ലായിരുന്നു. അവസാനം നിങ്ങൾ വന്നൊരു മറുപടി പറഞ്ഞ് അത് സുധിച്ചേട്ടൻ്റെ കുട്ടിയായിരുന്നു, സുധിച്ചേട്ടൻ ഉള്ള സമയത്തായിരുന്നു ഞാൻ അബോട്ട് ചെയ്തത്. ഇപ്പം നിങ്ങൾ വന്നിരുന്നത് നമ്മളെല്ലാവരെയും കൂടെ വന്നിരുന്ന് തെറി വിളിക്കുക. അതായത് ഞാൻ അബോട്ട് ചെയ്യുന്നതിന് നിനക്കൊക്കെ എന്താ, അതാണ് ഇതാണെന്നൊക്കെ. അബോഷൻ തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എൻ്റെ ഒരു അറിവ് പ്രകാരം. വന്നിരുന്ന് എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? എന്നിട്ട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഒക്കെ ഇത്രയും വലിയൊരു ആരോപണം ആൾക്കാർ വന്ന് പറയുമ്പം നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കണം. നിങ്ങൾ അതിന് എഗെയിൻസ്റ്റ് പ്രതികരിക്കണം. ഞാൻ ആദ്യം ആ ഒരു വീഡിയോ വന്ന സമയത്ത്, ആ ഒരു വോയിസ് പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ആ അബോഷൻ്റെ ആ ഒരു പോർഷൻ പോലും ഞാൻ എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടില്ല. പിന്നെ ഇത് ഭയങ്കര രീതിയിൽ ചർച്ചയാവുന്ന സമയത്തായിരുന്നു ഞാനത് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ മക്കൾക്കും പ്രശ്നമില്ല, എൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല, കോട്ടെ സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും പ്രശ്നമില്ല. പിന്നെ ഈ പ്രശ്നം ഇവരാരാണ്? ഓരോന്നിനും കമന്റ് അടി വരും ചിലപ്പം. ഇപ്പോൾ അബോഷൻ ചെയ്തല്ലേ, എന്താണ് നിനക്കെന്താണ്? നിങ്ങൾ അബോഷൻ ചെയ്യുന്നതിനകത്ത് ഇവിടെ വേറെ വ്യക്തിപരമായിട്ട് ഒരു മനുഷ്യർക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങളുടെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഈ അബോഷൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളാകുമ്പോൾ അബോഷൻ ചെയ്യും, അതിനിപ്പോൾ എന്താണ്? എല്ലാ സ്ത്രീകളും ഇങ്ങനെ അബോട്ട് ചെയ്തുകൊണ്ട് നടക്കുവാണോ? അതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. രേണുവിനെ തന്നെ സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി. ഇപ്പം പറയുന്നതല്ല നിങ്ങൾ പിന്നെ പറയുന്നത്. ഓന്ത് പോലും മാറത്തില്ല ഇങ്ങനെ നിറങ്ങൾ. ഈ പറയുന്നവളുടെ മകനോ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇവർ പറഞ്ഞ കേട്ടോ, നീ ഒന്നും ഏറ്റെടുക്കണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതല്ലേ ജോലി? നിങ്ങളുടെ ഗർഭം ഏറ്റെടുക്കലാണോ ജോലി? എന്തുവാ വന്നിരുന്ന് വിളിച്ച് പറയുന്നത്? ഈ സ്ത്രീ എന്തോ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വല്ലപ്പോഴും ഒക്കെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. രേണുവിൻ്റെ കമൻറ്റ് ബോക്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്, കോമഡികളാണ്. കാര്യം അമ്മാതിരി വിളികളാണ് വന്നിരുന്ന ആൾക്കാർ വിളിക്കുന്നത്. കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ആൾക്കാർ വന്ന് വിളിക്കുന്നത്. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വരുന്ന കമൻസിനൊക്കെ ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചില വായി നോക്കിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുമോ, എന്ത് നല്ലതിട്ട് കഴിഞ്ഞാലും തെറി വിളിക്കണം എന്ന് പറയുന്ന ഒരു ഇൻറ്റൻഷൻ. പക്ഷേ രേണു സുധി ഇടുന്ന പല വീഡിയോയുടെയും താഴെ വരുന്ന കമൻസുകൾ നിങ്ങൾ ഡിസേർവിങ് ആണ്, നിങ്ങളത് ചോദിച്ച് മേടിക്കുവാണ്. കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അങ്ങനെയാണ്. എന്തായാലും പാവപ്പെട്ട സുധിച്ചേട്ടനെ വെച്ചുകൊണ്ട് നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നതിൻ്റെ എക്സ്ട്രീം നിങ്ങൾ ഉണ്ടാക്കി. ഇനിയെങ്കിലും ആ ഒരു മനുഷ്യനെ വെറുതെ വിട്. വെറുതെ വെറുതെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അയാളുടെ പേരിങ്ങനെ വലിച്ചിട്ട് അവരുടെ കുടുംബത്തിനും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഉള്ള കാര്യം പറയാമല്ലോ. ഇത് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, എല്ലാവരുടെ അഭിപ്രായമാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.